വിനേശ, യൂത്ത് കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വല്ലാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഷാഫി പറമ്പിലിനെയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനും എതിരായി നിൽക്കുന്ന വലിയൊരു വിഭാഗം ഈ അടുത്തിടെയായി ഈ വിഷയത്തിന് ശേഷം ഉണ്ടായി വരുന്നുണ്ട്. ആദ്യമൊക്കെ അവർ അനങ്ങാതെയിരുന്നു. അതിനുശേഷം പാർട്ടിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രതികരിച്ച VP ദുൽഖിഫറിനെ പോലുള്ള RL സ്നേഹയെ പോലുള്ള ആളുകൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് തന്നെ ഇവരുടെ ആക്രമണം നേരിടേണ്ടി വന്നു. സൈബർ ഇടങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നു. അതോടുകൂടി പല ആളുകളും പിന്നോട്ട് പോയി. പക്ഷേ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVക്കെതിരായ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിനെതിരായ നിലപാട് പല ഭാരവാഹികളും ഉന്നയിച്ചത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായ നേമം ഷജീർ പോലും റിപ്പോർട്ടർ TVക്കെതിരെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യുന്നത് ശരിയായ നിലപാടല്ല എന്ന്. നേമം ഷജീർ ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഷാഫി പറമ്പിലുമായി അടുത്ത ബന്ധമുള്ള അവരുടെ നോമിനിയായ ഒരു ജില്ലാ പ്രസിഡന്റാണ്. പക്ഷേ ആ ജില്ലാ പ്രസിഡന്റ് പോലും ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാടെടുത്തു. പല മണ്ഡലം ഭാരവാഹികളും അതിരൂക്ഷമായാണ് റിപ്പോർട്ടർ TV ആക്രമിച്ചതിന് എതിരെ ആ പാർട്ടിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടത്. ഒരു സ്ഥാപനം അടിച്ചു തകർത്തിട്ടാണോ പാർട്ടിയെയും ചില ആളുകളെയും വ്യക്തിപരമായി സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ കുരുതി കൊടുക്കുകയാണ് ചില ആളുകൾ എന്ന തരത്തിൽ പരാമർശം വന്നു. അങ്ങനെ വലിയ തർക്കമുണ്ടായി. ആ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ പൂട്ടി. അത് അഡ്മിൻ ഓൺലി പോസ്റ്റ് എന്ന തരത്തിലേക്ക് അത് മാറ്റി. എന്ന് മാത്രമല്ല, തൃശ്ശൂരിലെ റിപ്പോർട്ടർ TV ഓഫീസ് ആക്രമിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി മിഥുൻ മോഹനെ തമ്പാനൂർ പോലീസ് പിടികൂടിയിരുന്നു. ആ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചില KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ആ മാർച്ചിനെതിരെയും ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ പ്രതിഷേധമുണ്ടായി. ആരാണ് മാർച്ച് നടത്തിയത്? ഇത് ഏത് സംഘടന പറഞ്ഞിട്ടാണ്, ഏത് കമ്മിറ്റിയാണ് മാർച്ച് നടത്തുന്നത്? അങ്ങനെ ഒരു മാർച്ച് നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. ആരൊക്കെയോ യൂത്ത് കോൺഗ്രസിന്റെ പേര് പറഞ്ഞ് മാർച്ച് നടത്തുന്നു. അതിനെതിരെയും ഒരു പ്രതിഷേധമുണ്ടായി. അതായത് കളം കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പറയുന്നതനുസരിച്ച് നിന്നാൽ പാർട്ടിയും ഉണ്ടാവില്ല, സംഘടനയും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ റിപ്പോർട്ടർ TVക്കെതിരെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്ത കാര്യത്തെ വലിയ തോതിൽ പാർട്ടിക്കകത്ത് എതിർക്കുന്ന ഒരു കാഴ്ച, അതിന്റെ പാർട്ടിക്കുള്ളിൽ മാത്രമാണ് ഈ എതിർപ്പ് വരുന്നത് എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ എതിർപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഉള്ളതുപോലെ ഈ ഷാഫി രാഹുൽ ടീം പറയുന്നതെല്ലാം കേൾക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്നില്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വരാൻ ഇവർ പിന്നാക്കം നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് പോലും. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ അങ്ങനെ മുന്നോട്ട് വരാൻ വലിയ പ്രശ്നങ്ങളുണ്ടാവും. കാരണം സംസ്ഥാന സെക്രട്ടറിമാരാണ് കോഴിക്കോട് നിന്നുള്ള VP ദുൽഖിഫറും ആലപ്പുഴയിൽ നിന്നുള്ള സ്നേഹയും. ഇവർക്കെതിരെ ഏത് തരത്തിലുള്ള ആക്രമണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഉണ്ടായത് എന്നറിയാം. നമ്മളെല്ലാവരും കണ്ടതാണ്, മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇവരുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും അവരെ അപമാനിക്കുന്ന, അവരെ അവഹേളിക്കുന്ന മെസ്സേജ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ടീം ഇട്ടു. അല്ലാതെ ഫേസ്ബുക്കിലൊക്കെ ഏതൊക്കെ തരത്തിലാണ് ഇവരെക്കുറിച്ച് എഴുതിയത്, സ്വന്തം പാർട്ടിയുടെ നേതാക്കളായിട്ട് പോലും ഏതൊക്കെ തരത്തിലാണ് എഴുതിയതെന്നറിയാം. അപ്പോൾ ഈ തിരുവനന്തപുരത്തെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാളും ജില്ലാ തലത്തിലുള്ള ഭാരവാഹികളാണ്. സ്വാഭാവികമായും സംസ്ഥാന തലത്തിലുള്ള ഭാരവാഹികൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ജില്ലാ തലത്തിലുള്ള ഭാരവാഹികൾ ഏതെങ്കിലും വിധേനെ പൊതുസമൂഹത്തോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് പറഞ്ഞാൽ നിലവിലെ അവസ്ഥയിൽ നിക്കക്കളി ഇല്ലാതാകും എന്ന് അവർക്കറിയാം. എന്ന് മാത്രമല്ല, പുതിയൊരു നേതൃത്വം, പുതിയൊരു പ്രസിഡന്റ് വരാൻ ഇവരിൽ പലരും കാത്തിരിക്കുകയാണ്. ആ പ്രസിഡന്റ് വന്നതിന് ശേഷം ഈ വിഷയത്തിലൊക്കെ പൊതുസമക്ഷം നിലപാട് പറയാം. കാരണം ആ സംസ്ഥാന പ്രസിഡന്റ് കാര്യങ്ങൾ അറിയുന്ന ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളല്ലായിരിക്കും എന്നതാണ് ഇതിനെ എതിർക്കുന്ന ആളുകളുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു പ്രസിഡന്റ് വന്നാൽ അബിൻ വർക്കിയെ പോലുള്ള, അഭിജിത്തിനെ പോലുള്ള, ബിനു ചുള്ളിലിനെ പോലുള്ള ആളുകൾ വന്നാൽ കുറച്ചുകൂടി പ്രത്യക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇവരിൽ പലരും. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അവർ വ്യക്തമാക്കുന്നുണ്ട് താനും. ശരി, റഹീസ് റഷീദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.